വെൽക്കം ബാക്ക് ടു ഡിപ്ലോയ് ഹാപ്പിനെസ്. ഇന്ന് പുതിയൊരു ടോപ്പിക്കാണ് ബെറ്റർ സെക്സ് ആഫ്റ്റർ 78. അതായത് ഏജ് ഓൾഡായ ആളുകളുടെ സെക്സിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. കാരണം പലർക്കും പല തെറ്റായ ധാരണകൾ കടന്നുകൂടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ഏജ് ഓൾഡായ ആൾ നമ്മളുടെ സമൂഹത്തിൽ കാണുന്ന ഒരു 73, 80 ഒക്കെ ആയ ആളുകൾ, അവരുടെ ദീർഘായുസിൻ്റെ രഹസ്യം എന്ന് വെച്ചാൽ അവർ വളരെ പ്രത്യേകത ഉള്ള ആളുകൾ തന്നെയായിരിക്കും. അതായത് എങ്കിൽ മാത്രമേ അവർക്കൊരു ദീർഘമായ ഒരു നീണ്ട ഒരു ലൈഫ് കിട്ടുള്ളൂ. ദാമ്പത്യമല്ല ഞാൻ പറയുന്നത്, ഒരാളുടെ ആയുസ് വളരെയധികം നീട്ടി അയാളുടെ ചിട്ടയായ ജീവിതം തന്നെയായിരിക്കും. അതായത് ലോങ് ലൈഫ് കിട്ടുന്ന വ്യക്തിക്ക് ജീവിതത്തിൽ എപ്പോഴും ചില പ്രത്യേകതകൾ കൂടി ഉണ്ടാവും. അവരുടെ പെരുമാറ്റത്തിലുണ്ടാവും, അവരുടെ ഭക്ഷണക്രമത്തിലുണ്ടാവും, അവരുടെ പ്ലാനിങ്, ചിട്ടയായ ജീവിതം എല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ട്. അവരുടെ ജന്മത്തെയോ അതോ നമ്മളുടെ മരണത്തെയോ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ദേ കൺട്രോൾ ദെയർ ഫുഡ്, അവരുടെ ഭക്ഷണം, അതൊക്കെ അവർ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നവരായിരിക്കും ചിട്ടയായ രീതിയിൽ. അപ്പോൾ ആ ഡയറ്റിനെ പറ്റിയൊക്കെ വളരെയധികം അവർക്ക് അതിനെപ്പറ്റിയൊക്കെ വളരെ കാര്യമായിട്ട് അറിയാൻ കഴിയും. അപ്പോൾ അറിയാത്തവർക്കായിട്ട് ഞാൻ പറയാം, ഏജ് ഒരു 70 ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് അമിതമായ ഭക്ഷണം നമുക്ക് ആവശ്യമില്ല. നമുക്ക് കഴിക്കുന്ന ഭക്ഷണം വളരെ നല്ല ഇടവിട്ടിട്ട് നല്ല ഭക്ഷണം കഴിക്കാം. കാർബോഹൈഡ്രേറ്റ് ഒന്നും ഞാൻ എപ്പോഴും പറയുന്ന പോലെ അതൊന്നും കൂടുതൽ കഴിക്കാതെ നല്ല മിതമായ രീതിയിൽ. പിന്നെ അതുകൂടാതെ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ ഈസ് ആൾസോ ഇമ്പോർട്ടൻറ്റ്. അതായത് നമ്മൾക്കിപ്പോൾ അറിയാം, കുറേ അധികം അസുഖങ്ങൾ പിടിപെടുന്ന കാലഘട്ടമാണ് ആഫ്റ്റർ 70. 60 തൊട്ട് തുടങ്ങുമായിരിക്കും. 70 ഇയേഴ്സ് കഴിയുമ്പോഴത്തേനും കുറച്ച് കാലുകളിൽ വേദന, കൈകൾക്ക് വേദന, സ്റ്റിഫ്നെസ്, പിന്നെ ജീവിതശൈലി രോഗം, പ്രമേഹം, കൊളസ്ട്രോൾ, അങ്ങനത്തെ BP അങ്ങനെയൊക്കെ ചിലവരെ കീഴടക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്ന ആളുകൾ സ്ട്രെസ്സ്, ഈ 70 ഒക്കെ ആകുമ്പോൾ സ്ട്രെസ്സ് ഒരു പ്രധാന ഘടകമാണ്. കാരണം സ്ട്രെസ്സ് പറയാൻ പല രീതിയിലുണ്ട്. പെട്ടെന്നുള്ള ജോലിയിലെ നിർത്തൽ, റിട്ടയർമെൻ്റ് ആവുന്നത് കൂടാതെ അടുത്ത ഫ്രണ്ട്സിൻ്റെയോ അടുത്ത ആരെങ്കിലുടെയും മരണം സ്ട്രെസ്സിലേക്ക് കൊണ്ടുപോകും. പിന്നെ ഒറ്റപ്പെട്ട ജീവിതം, ചിലപ്പോൾ മക്കൾ മറ്റു ദേശത്താകുമ്പോൾ അച്ഛനമ്മ അല്ലെങ്കിൽ ഒറ്റപ്പെടുന്നൊരവസ്ഥ, അതിൽ സ്ട്രെസ്സ് വരും. പല രീതിയിൽ ആ സ്ട്രെസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ജീവിതശൈലി രോഗങ്ങൾക്ക് ഒരു ആക്കം കൂട്ടുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ആഫ്റ്റർ 70 നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കുക, നമ്മൾ ഓപ്റ്റിമിസ്റ്റിക്കായ, നമ്മൾ നല്ല ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഇരിക്കുക. അതാണ് വേണ്ടത്. ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ ഞാൻ തയ്യാറാണ്. അതിന് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ അതിന് ഒരുങ്ങുന്നു, ശരീരം കൊണ്ടും ഞാൻ ഒരുങ്ങുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു പ്രിപ്പറേഷൻ നടത്തേണ്ടതുണ്ട്. എപ്പോഴും കോൺഫിഡൻ്റ് ആയിരിക്കുക, അതേപോലെ തന്നെ ഓപ്റ്റിമിസ്റ്റിക് ആയിരിക്കുക. പിന്നെ ഇത് ഈ ഏജ് ഓൾഡായ ആളുകൾക്ക് വേണ്ട ഒരു ചില ഗുണങ്ങൾ തന്നെയാണ് ഈ രണ്ടെണ്ണം. ഇനി സസ്യാഹാരം കഴിക്കുന്നതായിരിക്കും മിക്കവാറും നല്ലത്. സസ്യാഹാരം എന്ന് വെച്ചാൽ കുറേ മറ്റ് ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അത് നമ്മളുടെ ഹെൽത്തിനെയും കൂടെ ബാധിക്കും. അത് പല രീതിയിലും എന്ന് വിചാരിച്ചാൽ നമുക്ക് പ്രോട്ടീൻ കണ്ടൻറ്റ് അടങ്ങിയ ഫുഡ് ആവശ്യമാണ്. പക്ഷേ എന്നാലും നമ്മൾ ഒരു വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നതിലായിരിക്കും. ഇനി ആൽക്കഹോളൊക്കെ ആദ്യം കഴിച്ചിരുന്ന ആളുകളാണെങ്കിൽ അതൊക്കെ നിർത്തുക. അതേപോലെ തന്നെ ഫാസ്റ്റ് ഫുഡൊക്കെ കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ വല്ലപ്പോഴും കഴിക്കുന്നതിൽ കുഴപ്പമില്ല. അല്ലാതെ അത് നമ്മളുടെ ഭാഗമായിട്ട് ഭക്ഷണത്തിൻ്റെ ഒരു പാട്ടായിട്ട് കൊണ്ടുപോകാം. അത് ചെറുപ്പക്കാർക്കും അത് നല്ലതല്ല. ഇനി ഇടയ്ക്കിടെ ഒരു ഫാസ്റ്റിംഗ് നല്ലതാണ്. അത് എന്തുകൊണ്ടും നല്ലതാണ്. നമ്മളുടെ ഇപ്പോൾ ഏത് മതത്തിലായാലും ആ ഫാസ്റ്റിങ്ങിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ ഒരു ദിവസം ഇപ്പോൾ രാവിലെ എന്തെങ്കിലും ഒരു ജ്യൂസ് കുടിച്ച് വൈകുന്നേരം വരെയും ഒരു ഫാസ്റ്റിംഗ് എടുത്ത് വൈകുന്നേരം ലേറ്റായിട്ട് കഴിക്കുക, അല്ലെങ്കിൽ സന്ധ്യയ്ക്കുള്ള ആഫ്റ്റർനൂൺ മീല് കുറച്ച് നേരത്തെ കഴിച്ചിട്ട് പിറ്റേ ദിവസം വരെ ഒന്ന് ഫാസ്റ്റിംഗ് എടുക്കുന്നത് നല്ലതാണ്. നമ്മൾ കഴിക്കുകയോ ഭക്ഷണം കഴിച്ച് നമുക്ക് വിശക്കില്ല, ഇല്ല, അത് നമ്മൾ തുടർന്നുകൊണ്ട് പോയാൽ അത് നമ്മുടെ ശരീരത്തിന് നല്ല ഒരു ഉണർവും ഉന്മേഷവും പ്രദാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേപോലെ ചെറിയ എക്സസൈസ്, യോഗ, വാക്കിംഗ്, അത് നമ്മളുടെ ഇഷ്ടം പോലെ മെഡിറ്റേഷനൊക്കെ നമുക്ക് ചെയ്യാം. അത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. അത് നമ്മളെല്ലാവരും നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട കാര്യമാണ്. ചെറിയ തോതിലുള്ള എക്സസൈസ്, യോഗ, മെഡിറ്റേഷൻ, ഇത് മൂന്നും നമ്മൾ നിർത്താതെ കൊണ്ടുപോകണം. ഈ ആഫ്റ്റർ 70 ആയ ആളുകൾക്ക് പ്രത്യേകിച്ച്. പിന്നെ അതേപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എൻ്റർടൈൻ ചെയ്യുന്ന റീഡിങ്ങോ വായിക്കലോ ഫ്രണ്ട്സായിട്ടുള്ള കണ്ടുമുട്ടലോ അതൊക്കെ ഇനിയാണ് നമ്മളുടെ സെക്സിൻ്റെ കാര്യം പറയുന്നത്. സെക്സ് എന്ന് വെച്ചാൽ എല്ലാവരുടെ വിചാരം ഫിസിക്കൽ ഇൻറ്റിമസി
മുഴുവനായിട്ട് നമ്മളുടെ ചെറുപ്പകാലത്തെ പോലെ ചെയ്യാൻ സാധിക്കുമെന്ന് അങ്ങനെ ഒരിക്കലും കരുതരുത്. ഫിസിക്കൽ ഇൻറ്റിമസി നമ്മൾക്ക് പല രീതിയിലും നമുക്ക് പ്രധാനമായിട്ട് പാർട്ട്ണർ ഉണ്ടെങ്കിൽ ആഫ്റ്റർ 70 പാർട്ട്ണർ കൂടെ ഉണ്ടെങ്കിൽ സെക്സിൻ്റെ പ്രാധാന്യം എപ്പോഴും നിങ്ങൾ ഹൈഡ് ചെയ്ത് വയ്ക്കരുത്. നിങ്ങൾക്ക് ഈഗോ ഉണ്ടായിരിക്കും, പക്ഷേ അത് തുറന്ന് പറയുക. അതായത് സെക്സിൻ്റെ കാര്യത്തിൽ വെച്ച് പുലർത്തുന്ന ഈഗോ വേണ്ടെന്ന് വയ്ക്കുക, തുറന്ന് പറയുക. പിന്നെ 80 ആയാലും 85 ആയാലും സെക്സ് തുറന്ന് പറയണം. തുറന്ന് സമ്മതിച്ചില്ലെങ്കിൽ ലൈംഗിക അതൃപ്തി തോന്നും അത് നടന്നില്ലെങ്കിൽ. അപ്പോൾ അത് ഈ സെക്സ് എന്ന് പറയുമ്പോൾ ചിലർക്ക് ഭയങ്കര ഒരു വിഷമമാണ് അത് പറയാൻ. വിഷമമില്ലാതെ നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് എല്ലാ ജീവജാലങ്ങളും അത് അനുഷ്ഠിക്കുന്നതാണ്. പിന്നെ ചിലർക്കൊരു ഹോബിയുണ്ട്, പാർട്ട്ണറെ കളിയാക്കുക, കലഹിക്കുക, പിന്നെ പല സ്ഥലത്തും കൊണ്ടുപോകാനൊരു മടി, ഇങ്ങനെയൊക്കെ തുടർന്നാൽ എന്താഗ്രഹിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ പാർട്ട്ണറെ വളരെയധികം കെയറിങ്ങും ഷെയറിങ്ങും ഒക്കെ ആവശ്യമുള്ള ഒരു തലോടൽ, ഒരു ഹഗ്, ഇതൊക്കെ എപ്പോഴും തുടർന്നു കൊണ്ടുപോയാൽ മാത്രമേ, അല്ലെങ്കിൽ ആഫ്റ്റർ മെനോപോസ് സ്ത്രീകൾക്ക് സെക്സിനോടൊരു വിരക്തി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അവരെ മാറ്റിയെടുക്കേണ്ടത് ഒരു ഹസ്ബൻഡിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം തന്നെയാണ്. അല്ലാതെ അതിനൊരു കംപ്ലൈൻ്റായിട്ട് കാണാതെ അതിനെ ചേർത്ത് പിടിക്കുക, അങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നാസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളൊരു ഹസ്ബൻഡോ വൈഫോ ആണെങ്കിൽ അത് വളരെയധികം ബുദ്ധിമുട്ടാണ്. നാസ്റ്റിക് പേഴ്സണാലിറ്റി 2-3 നാർസിസത്തിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഞാൻ 4 ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് പോയി കാണാം. ഡിപ്ലോയ് ഹാപ്പിനെസ്സിലേക്ക് എടുക്കുന്നുണ്ട്. പിന്നെ അങ്ങനെയാണെങ്കിൽ പിന്നെ അവർക്ക് നിർബന്ധമായിട്ട് അവർ അത് വാശിയായിട്ട് ആണായാലും പെണ്ണായാലും അത് നേടിയെടുക്കും. അല്ലാതെ നിവൃത്തിയില്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് ചാടും. അവർക്കത് വേണം. അതായത് ഒരു 1 വേ ആയാലും അവർക്ക് കുഴപ്പമില്ല. 1 വേ ആയിട്ട് അവർ അത് തൃപ്തി കാണുന്നവരാണ്. നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ആളുകളുമായിട്ടുള്ള ലൈംഗിക ബന്ധം. ഇനി ഒരു കംപ്ലൈൻറ്റ് കുറേ ആളുകളുടെ, എനിക്ക് സെക്സ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും പാർട്ട്ണർ അതിനെ ഇഷ്ടപ്പെടുന്നില്ല. പാർട്ട്ണറെ ഇഷ്ടപ്പെടുത്തുക എന്നുള്ളത് ഒരു ഹസ്ബൻഡിൻ്റെ അല്ലെങ്കിൽ ഒരു ഭാര്യയുടെ കടമയാണ്. വയസ്സായിരിക്കുമ്പോൾ അല്പസ്നേഹം, ഒരു ചേർത്ത് പിടിക്കൽ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കെയറിങ് ആൻഡ് ഷെയറിങ്, അത് മസ്റ്റാണ്. തമ്മിലുള്ള ഇവയെല്ലാം ഒന്നാണ്, ഒരു ഫീലിംഗ് ഉണ്ടാക്കാൻ നന്നായിരിക്കും. പിന്നെ ലവ് ആൻഡ് ലാഫ്റ്റർ ഈസ് ബെറ്റർ ദാൻ സെക്സ്. അതായത് ചിരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു സ്നേഹപ്രകടനങ്ങൾ, ഇതൊക്കെ തന്നെയാണ് ഒരു ദാമ്പത്യത്തിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനി സെക്സ് വളരെ ഡെലിക്കേറ്റായിട്ട് ഒരു കാര്യമാണ്. അത് പെട്ടെന്ന് നമുക്ക് വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങൾ ആഫ്റ്റർ 70 കേട്ടോ. 70-80 ഏജിലുള്ള ആളുകളോടാണ് ഞാനിതെല്ലാം പറയുന്നത്. ഈ സെക്സ് മീൻസ് ഇൻ്റർകോഴ്സ് മാത്രമല്ല എന്ന് മനസ്സിലാക്കിയിട്ട്, ആ ഇൻറ്റിമസി ഒരു ഹഗ് ഒരു സന്തോഷം തരും, ഒരു ചേർത്ത് പിടിക്കൽ, ഒരു കെയറിങ്, ഒരു യാത്ര, ഒരു കിസ്, ഒരു കെട്ടിപ്പിടുത്തം, ഇതൊക്കെ തന്നെ വളരെയധികം ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങളാണ്. ഹെൽത്ത് ഇഷ്യൂസ് ഒരു കാരണമാകാം. ഇപ്പോൾ പാർട്ട്ണർക്ക് ഇത് സെക്സ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളൊരു കുറ്റപ്പെടുത്തലല്ല, ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും ഇത് കാണും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കാണുന്നത് നന്നായിരിക്കും. ഇനി ആണുങ്ങൾക്ക് സെക്സ് കിട്ടിയ ഡിപ്രഷനിലേക്ക് പോകുമോ? ചിലപ്പോൾ പോകുമായിരിക്കും. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് സംസാരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സെക്സിലും അത് ജീവിതത്തിലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു കണക്ഷൻ, ഒരു കമ്മ്യൂണിക്കേഷൻ, സംഭാഷണം. അതേപോലെ തന്നെ ഇമോഷണൽ കണക്ഷൻ ഷെയർ ചെയ്യുക, തോട്ട്സും മെമ്മറീസും. അതൊക്കെ ആദ്യം കഴിഞ്ഞ കാര്യങ്ങളെല്ലാം അവരുടെ ആ ഇമോഷണൽ ആ ലെവലിൽ ഒന്ന് സന്തോഷത്തോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ്, അതേപോലെ പല കാര്യങ്ങളിലും നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അതിൽ സന്തോഷം കാണാൻ ശ്രമിക്കുക. പിന്നെ ഫിസിക്കൽ ചേഞ്ച് അഡോപ്റ്റ് ചെയ്യാൻ പഠിക്കണം. അതായത് നമുക്കറിയാം, ഒരു 40-45 ഇയേഴ്സുള്ള ആളല്ല 70-75-80 ഉള്ള ആൾ. അയാളുടെ ഫിസിക്കൽ അപ്പിയറൻസേ തന്നെ മാറിയിരിക്കും. അത് ഹസ്ബൻഡിൻ്റെ ആയാലും വൈഫിൻ്റെ ആയാലും അത് മനസ്സിലാക്കണം. അല്ലാതെ മറ്റുള്ളവരെ കണ്ട് അയ്യോ അയാളുടെ ഭാര്യ, ചിലപ്പോൾ ചില ആളുകൾക്ക് ഏജ് കൂടിയാൽ വളരെ ചെറുപ്പമായിട്ടിരിക്കുന്നവരെ ഞാൻ കാണാറുണ്ട്. പക്ഷേ ഹസ്ബൻഡ് ചിലപ്പോൾ ഏജ് കൂടുതൽ തോന്നും. അതൊക്കെ അവരുടെ പാരമ്പര്യമായിട്ട് ചിലപ്പോൾ അവർ കുറച്ച് ഏജ് തോന്നുന്നവരായിരിക്കും. ചിലപ്പോൾ നമുക്ക് 45 ഇയേഴ്സായ ഒരു ആളെ ഞാൻ കണ്ടപ്പോഴായി എനിക്ക് തോന്നിയത് ഒരു 60 ആയി എന്നാണ്. കാരണം അത്രയും ഒരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്ത്.
കാരണം അയാളുടെ ആ ഷാബി ഡ്രസ്സും മറ്റുള്ള ഇതൊക്കെ കണ്ടപ്പോൾ. പക്ഷേ സംസാരത്തിൽ അയാൾ വന്നപ്പോൾ വളരെ നല്ല ഇത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫിസിക്കൽ അപ്പിയറൻസിൽ നമ്മളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ് ഞാൻ പറയുന്നത്. ഇനി ഏജ് റിലേറ്റഡ് പ്രോബ്ലംസ് അംഗീകരിക്കാതെയും വയ്യ. അപ്പോൾ ഒരാൾക്ക് വളരെയധികം ഇഷ്ടം, ഒരാൾക്ക് ഇഷ്ടമില്ല, അങ്ങനെ കാണരുത്. ഈവൻ ഒരു ടച്ച്, ഒരു കെയറിങ്, ഒരു ഹഗ്ഗിങ് ഒക്കെ ചെയ്തുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി ഒരു ജീവിതം നയിക്കുക. ഇനി ഏറ്റവും പ്രധാന കാരണം ഏത് ഏജിലും, യങ് ആയാലും മിഡിൽ ഏജ് ആയാലും ഇനി ആഫ്റ്റർ 70 ആയാലും പാർട്ട്ണറെ എപ്പോഴും ഒരു റെസ്പെക്റ്റ്, മ്യൂച്വൽ റെസ്പെക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ ശ്രമിക്കുക. ഒരു ഹസ്ബൻഡ് എപ്പോഴും ഒരു ഭയങ്കര ഒരു ഇതിൽ ഭാര്യനെ അടിച്ചമർത്തുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ കളിയാക്കുക, ഭംഗിയില്ല എന്ന് പറയുക, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ളത് 2 ധ്രുവങ്ങളിലേക്ക് പോകും, വളരെ അകന്നു പോകും അവർ. അപ്പോൾ അതല്ല, എപ്പോഴും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക പാർട്ട്നേഴ്സ്. ആൻഡ് നിങ്ങളുടെ സംഭാഷണം 1-2 മണിക്കൂർ നിങ്ങളുടേതായ ലോകത്തെ അതും ഈ നിങ്ങളുടെ ജീവിതത്തിന് വളരെ സന്തോഷവും അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷവും അതേപോലെ ഫിസിക്കൽ ഇൻറ്റിമസിയൊക്കെ സാധ്യമാവാൻ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഭക്ഷണത്തിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ അതും വളരെ പ്രധാനമാണ്. പിന്നെ നല്ല ഉറക്കം, ശാന്തമായ ഉറക്കം. ഇനി ഉറങ്ങാൻ കഴിയാത്തവർ കുറച്ച് നേരം റൂമിലൊക്കെ ഒന്ന് ഉലാത്തി അത് കഴിഞ്ഞിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആഫ്റ്റർ 70 80 ആയാലും നമുക്ക് ഒരു പാർട്ട്ണർ നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരു സ്വാതന്ത്ര്യവും ഒരു സഹകരണവും ഒരു കെയറിങ്ങും ഒരു റെസ്പെക്റ്റൊക്കെ കൊടുത്ത് മുന്നോട്ട് നീങ്ങിയാൽ നിങ്ങളുടെ ജീവിതം വളരെ സന്തോഷമാണ്, മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ ഇനിയൊരു ടോപ്പിക്കായിട്ട് വരാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇനി വേറൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. താങ്ക്